കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇസ്രയേലും ഇറാനും നടന്ന 12 ദിവസത്തെ യുദ്ധം ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ ഏറ്റവും വലിയ സുരക്ഷാ ഗിഫ്റ്റാണ് എന്നാണ് ഇപ്പോൾ ഇറാനിലെ ചിലരെങ്കിലും കരുതിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകളും വിടവുകളും കണ്ടെത്താൻ ഇറാൻ സാധിച്ചു എന്നതാണ്. ധാരാളം പ്രശ്നങ്ങൾ സുരക്ഷാ സംവിധാനങ്ങളിൽ ഇറാൻ ഉണ്ടായിരുന്നു. അതെല്ലാം എവിടെയാണ് എന്ന് മനസ്സിലാക്കി തിരുത്താൻ സാധിച്ചു. എല്ലാ തെറ്റുകളും തിരുത്താൻ അവസരം ലഭിച്ചു. ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം അബദ്ധങ്ങൾ വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ഇപ്പോൾ ഇറാൻ എടുക്കാൻ സാധിച്ചു. ഇറാനിലെ മിക്കവാറും എല്ലാ സ്ലീപ്പർ സെല്ലുകളെയും പിടികൂടാൻ സാധിച്ചു. എവിടെയൊക്കെയാണ് മൊസാദിന്റെ ചാരന്മാരുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. അവരെ പിടികൂടുകയും അവർക്ക് വേണ്ട ശിക്ഷ നൽകുകയും ചിലരെയെല്ലാം വധശിക്ഷയ്ക്ക് വിധേയമാക്കി ചിലരെയെല്ലാം ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശക്തമായ ശിക്ഷ അവർക്ക് നൽകുകയും പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. 4 ശത്രു രാജ്യത്തിന്റെ ചാരന്മാരെ തിരിച്ചറിഞ്ഞു. അതായത് ഇറാനിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട തലങ്ങളിൽ നിൽക്കുന്ന പലരും ഇറാന്റെ ചാരന്മാരായി ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു യുദ്ധത്തിന്റെ ഘട്ടത്തിലാണ് അവരൊക്കെ ആരാണ് എന്ന് വ്യക്തമായത്. സാധാരണ കോഴിക്കുഞ്ഞുങ്ങളെയും താറാവിന്റെ കുഞ്ഞുങ്ങളെയും മനസ്സിലാക്കാൻ വെള്ളം കണ്ടാൽ മതി എന്ന് പറയാറുണ്ട്. താറാവിന്റെ കുഞ്ഞാകുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങും നീന്തി കളിക്കാൻ. അതേസമയത്ത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് അതിന് കഴിയില്ലല്ലോ. എന്നപോലെ 12 ദിവസത്തെ ഈ യുദ്ധം അങ്ങ് ആരംഭിച്ചതോടുകൂടെയാണ് ആരൊക്കെയാണ് ചാരന്മാർ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സാധിച്ചു. അവരെ ഇപ്പോഴും അവിടെ തന്നെ വെച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ വലിയ ദുരന്തം ഇറാന് സംഭവിക്കുമായിരുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ രാജ്യത്തിനകത്തു നിന്നുള്ള യുദ്ധം എന്ന ഭീഷണിയെ ഗൗരവമായി കാണാൻ തുടങ്ങി. ആ ഘട്ടത്തിലാണ് ഡ്രോണുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഇറാന്റെ അകത്തു നിന്ന് തന്നെ ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അവരുടെ ആയുധങ്ങളെയും സംവിധാനങ്ങളെയും ഒക്കെ തകർക്കാൻ അവിടെ തന്നെ മൊസാദ് പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തിനകത്തു നിന്ന് തന്നെ ഒരു മറഞ്ഞു നിന്ന് രാജ്യത്തെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ശൃംഖല ഉണ്ടായിരുന്നു. അവർ ഇറാന്റെ സംവിധാനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി എല്ലാ പരിശീലനവും ലഭിച്ചവരാണ്. അവരെ തുരത്തുവാനും അവരെ കണ്ടെത്താനും ഇറാന് സാധിച്ചു. അതുപോലെ രാജ്യത്തിനകത്തുള്ള ശത്രുക്കൾക്ക് ലക്ഷ്യം വെക്കാൻ സാധിക്കുന്ന വിധം വ്യോമവിരുദ്ധ സംവിധാനങ്ങളുടെ സ്ഥാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക, അവ രഹസ്യമാക്കി വെക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇസ്രയേൽ നടത്തിയ ആ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം വരുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടെ ഇറാന് ഈ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ രഹസ്യമായ കേന്ദ്രങ്ങളിലേക്കും ഇത്തരത്തിലുള്ള അറ്റാക്കുകളിൽ നിന്ന് സുരക്ഷിതമായ ഭാഗത്തേക്കും നീക്കാൻ സാധിച്ചു. മാത്രമല്ല, ഒരേ പൊസിഷനിൽ തന്നെ നിർത്തുന്നതിന് പകരം അത് സ്ഥാനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക എന്ന ഒരു പ്രത്യേകമായ രീതിയിലേക്ക് ഇറാൻ ഇപ്പോൾ എത്തി. അതുപോലെ തന്നെ യുദ്ധത്തിൽ പലരും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്തെ ഉന്നത നേതാക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇറാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 12 ദിവസത്തെ യുദ്ധത്തിൽ പ്രധാനപ്പെട്ട ചില ആളുകളെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു. എന്നാൽ അത്തരം ആളുകൾക്ക് പ്രത്യേകമായ സുരക്ഷ വേണമെന്ന കാര്യം ഇറാന് ബോധ്യപ്പെടുന്നു. അത് കാരണത്താൽ ഇപ്പോൾ അവർക്ക് പ്രത്യേകമായ സുരക്ഷാ സംവിധാനങ്ങൾ, ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ തുടങ്ങി. അതുപോലെ ആയുധ നിർമ്മാണത്തിൽ ഇറാൻ തങ്ങളുടെ നയം മാറ്റിയിരിക്കുകയാണ്. നേരത്തെ പൂർണ്ണമായും തദ്ദേശീയ നിർമ്മാണത്തെയാണ് ആശ്രയിച്ചിരുന്നതെങ്കിൽ യുദ്ധത്തിന് ശേഷം രാഷ്ട്രം നിർമ്മിക്കുന്നതും അതുപോലെ വിദേശത്തു നിന്ന് ഇറക്കുന്ന ആയുധങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ നമുക്കറിയാം യുദ്ധവിമാനങ്ങൾ. ഇതെല്ലാം ഇപ്പോൾ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ എല്ലാം ഇമ്പോർട്ട് ചെയ്ത് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ രാഷ്ട്രത്തിന്റെ അകത്തുനിന്ന് തന്നെ നിർമ്മിച്ച ആയുധങ്ങളെയായിരുന്നു പ്രതിരോധിക്കാനും ആക്രമിക്കാനും ഒക്കെ ഇറാൻ ഇതുവരെ ഒരുക്കിയിരുന്നതെങ്കിൽ ആ യുദ്ധത്തോടെ ആ ഒരു സ്ട്രാറ്റജി ഇറാൻ മാറ്റുകയാണ്. ഇലക്ട്രോണിക് യുദ്ധമുറയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും അത്യാധുനിക ചൈനീസ് റഷ്യൻ ഉപകരണങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. GPS തടസ്സപ്പെടുത്തുക, അതുപോലെ സ്റ്റാർലിങ്കിനെ ഉപരോധിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക് യുദ്ധങ്ങൾ, അതുപോലെ മിസൈൽ ആക്രമണങ്ങളിലും അതുപോലെ യുദ്ധവിമാനങ്ങൾക്കുമൊക്കെ ലക്ഷ്യം കൃത്യമായി ലഭിക്കാതിരിക്കാനുള്ള ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് യുദ്ധങ്ങളിൽ, ഇലക്ട്രോണിക് വാർഫെയറിൽ മറ്റു രാഷ്ട്രങ്ങളെ ആശ്രയിച്ചുകൊണ്ട് റഷ്യ, ചൈന തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്തു. മറ്റൊന്ന്, റഡാർ സംവിധാനത്തിലെ പോരായ്മകൾ പരിഹരിച്ചു. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പുതിയ ക്വാണ്ടം റഡാറുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും
വെല്ലുവിളിക്കാൻ ഇപ്പോൾ ഇസ്രയേലിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യുദ്ധത്തിന് അമേരിക്ക പെട്ടെന്ന് ചാടിയിറങ്ങാൻ പ്രയാസപ്പെടുന്നത്. മറ്റൊന്ന് പ്രവർത്തനങ്ങളിലെ രഹസ്യ സ്വഭാവമാണ്. രാജ്യത്തിനകത്തു നിന്നുള്ള വളരെ വിവരച്ചോർച്ചയും നുഴഞ്ഞുകയറ്റവും ഇറാൻ നേരിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും തന്ത്രപരമായി ആ പ്രശ്നങ്ങൾക്ക് ഇറാൻ പരിഹാരം കണ്ടിട്ടുണ്ട്. ഇറാന്റെ ഫയലുകൾ ചോരുക, രഹസ്യ ഡാറ്റകൾ ചോർത്തിയെടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം വലിയ ശ്രദ്ധ ഇപ്പോൾ ഇറാൻ കാണിക്കുന്നു. അതുപോലെ കഴിഞ്ഞ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഓരോ നേതാവിനും 10 പകരക്കാരെ ഇറാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ഉടൻ അടുത്തയാൾ ചുമതലയേൽക്കും. ഇത് വളരെ നിർണായകമാണ്. ആ യുദ്ധത്തിൽ നിയന്ത്രണങ്ങളില്ലാതെ ഒരാൾ കൊല ചെയ്യപ്പെടുന്നതോടുകൂടെ അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രണങ്ങൾ, കമാൻഡുകൾ ലഭിക്കാതെ പലപ്പോഴും യുദ്ധത്തിൽ അബദ്ധങ്ങളും പാളിച്ചകളും സംഭവിക്കും. എന്നാൽ ഇവിടെ രാജ്യത്തെ ഓരോ നേതാവിനും പകരമായി 10 പകരക്കാരെയാണ് ഇപ്പോൾ ഇറാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് അനുമതി കാത്തു നിൽക്കാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കർശനമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം സൈനിക ഉദ്യോഗസ്ഥർക്കുണ്ട്. യഥാർത്ഥത്തിൽ തിരിച്ചടിക്കുന്ന ഘട്ടങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചടിക്കാൻ ഒരു ഉത്തരവ് കാത്തു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ ഉത്തരവ് ഇറക്കേണ്ട വ്യക്തിക്കാണ് ഇങ്ങനെയുള്ള അപകടം സംഭവിച്ചതെങ്കിൽ മറ്റുള്ള സൈനിക ഉദ്യോഗസ്ഥർ ഒന്നും ചെയ്യാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ അതാത് ആളുകൾക്ക് പ്രത്യേകമായി ഉത്തരവുകൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അതുപോലെ ഇറാനെ 58 സുരക്ഷാ മേഖലകളായി ഇപ്പോൾ വിഭജിച്ചു. ഓരോ മേഖലയ്ക്കും പൂർണ്ണ അധികാരമുള്ള ഓരോ തലവന്മാരെ നിയമിച്ചു. ഇവർക്ക് ആവശ്യമെങ്കിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ സാധിക്കും. ഇതെല്ലാം യുദ്ധത്തിൽ വളരെ നിർണായകമാണ്. അതുപോലെ അധികാര സ്ഥാനത്തിലെ വിടവുകൾക്ക് പ്രസിഡന്റോ പരമോന്നത നേതാവോ കൊലപ ചെയ്യപ്പെടുകയാണെങ്കിൽ രാജ്യം പൂർണ്ണമായും റവല്യൂഷണറി ഗാർഡിന്റെ IRGCയുടെ നിയന്ത്രണത്തിലായിരിക്കും. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അതിനെയും മറികടക്കാൻ ശത്രുക്കൾക്ക് അവിടെ ഒരു നേട്ടവും ഇല്ലാതെ രാഷ്ട്രം ഇപ്പോഴുള്ള അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അതുപോലെ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ ഏറ്റവും പുതിയ അമേരിക്കൻ ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. അതിനാൽ അടുത്ത യുദ്ധത്തിൽ ഈ ആയുധങ്ങളെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കണമെന്നത് മനസ്സിലാക്കാൻ ഇറാന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങളെയെല്ലാം എങ്ങനെ നേരിടണമെന്ന് ഇറാൻ മുൻകൂട്ടി അറിയും. അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇറാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതുവരെ കഴിഞ്ഞ യുദ്ധത്തിൽ യുദ്ധവിമാനങ്ങളെ നിയന്ത്രിച്ചിരുന്നത് അമേരിക്കൻ പൈലറ്റുമാരാണെങ്കിൽ ഇനി ആ കാര്യം നിയന്ത്രിക്കുന്നത് അമേരിക്കയുടെ പൈലറ്റുമാരും സൈനികരുമാണ്. ഇത്രമാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ നേരിടൽ, പ്രതിരോധം, അതോടൊപ്പം തന്നെ ശക്തമായ ആക്രമണത്തിനും ഇപ്പോൾ ഇറാൻ പൂർണ്ണമായും സജ്ജമാണ്. കഴിഞ്ഞ യുദ്ധത്തോടെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ശക്തി എന്താണെന്നും അവരുടെ ആയുധങ്ങൾ എന്താണെന്നും അവരുടെ സ്ട്രാറ്റജി എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ ഇറാൻ ഒരുങ്ങി നിൽക്കുന്നത് ലോകത്തെ വൻ ശക്തികളുടെ ആയുധങ്ങളെ പ്രതിരോധിക്കാൻ തന്നെയാണ്. ആ ആയുധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ്.